നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കൗരത്ത്. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ്സിനായിട്ട് മാത്രമുള്ളതാണ്, നിങ്ങൾ ഡയഗ്നോസിനായിട്ട് ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ഒന്ന് രണ്ട് ഭാഗങ്ങളായിട്ട് നമ്മൾ ഈഗോസിനെ പറ്റി സംസാരിച്ചു. അതിനകത്ത് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഈഗോ, ഒരു നോർമൽ പേഴ്സൻ്റെ ഹെൽത്തി ഈഗോയെ പറ്റി സംസാരിച്ചു. നമ്മൾ നാർസിസിസ്റ്റിക് പേഴ്സൻ്റെ ഈഗോ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള, മോസ്റ്റ്ലി അതിനകത്തൊരു ചേർന്നിട്ടുള്ള, അതായത് സെൽഫ് പ്ലഷർ മോറായിട്ടുള്ള, സെൽഫിലേക്ക് അധികം വളരാത്ത, ഇൻഫ്ലേറ്റഡ്, ഊതി വീർപ്പിച്ചൊരു ഈഗോ ആയിട്ട് മാസീവ് ആയിട്ടുള്ളതാണ്. അത് ഇമ്മെച്യൂർ ആണ്, അൺടൈംഡ് ആണ്, അതുപോലെ ഇൻഫ്ലേറ്റഡ് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഈഗോ എന്ന് പറയുന്നത് ഒബ്വിയസ്ലി ഇത് വിക്ടിമിൻ്റെ ഈഗോയാണ്. വിക്ടിമിൻ്റെ ഈഗോയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഇത് പിടികിട്ടും. കാരണം നാർസിസിസ്റ്റ് ഈഗോയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഒരു വിക്ടിമിൻ്റെ ഈഗോ. എങ്കിലാണ് ഇവർക്ക് ഇങ്ങനെ അവരെ പിടിക്കാൻ പറ്റുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാർസിസിസ്റ്റിന് ഒത്തിരി സപ്ലൈ വേണം. അപ്പം അത് കൊടുക്കാൻ പറ്റണമെങ്കിൽ നമുക്ക് ഈഗോ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് ഈഗോ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഒരു നാർസിസിസ്റ്റിൻ്റെ ഈഗോ ഇൻഫ്ലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് വിക്ടിമിൻ്റെ ഈഗോ എങ്ങനെയായിരിക്കുമെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. വളരെ ഡീഫ്ലേറ്റഡ് ആയിരിക്കും, താഴേക്ക് ഇങ്ങനെ അധികം ഊതുവീർപ്പിക്കാത്ത, അതിന് അങ്ങനെ ഡെവലപ്പ് ചെയ്യാത്ത, കൂടുതലായിട്ടും നമ്മുടെ ഈഗോയെ ഇങ്ങനെ അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന, നമ്മൾ ഈ സൂപ്പർ ഈഗോയെ റോങ് ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത്, സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റൽ പ്രാക്ടീസസ്, സ്റ്റാൻഡേർഡ്സ്, കൾച്ചർ, എത്തിക്സ്, മോറൽസ്, അതുപോലെ തന്നെ റൂൾസ്, റെഗുലേഷൻസ്, ദ റൈറ്റ്സ്, ദ റോങ്സ്, ദ ഡൂസ്, ഡോൺസ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ സൊസൈറ്റിയിലും നമ്മുടെ സമൂഹത്തിലും നമ്മുടെ വീട്ടിലും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ സ്ഥാപനങ്ങളിലും ഒക്കെ ആയിട്ട്, കൾച്ചറലിയും റിലീജിയസ്ലിയും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്ന കുറേ കാര്യങ്ങൾ നമ്മളിലേക്ക് വന്നിട്ട് നമ്മുടെ ഈഗോയെ മെച്യൂർ ആകാനായിട്ടും, ഞാൻ ഈ പറഞ്ഞതുപോലെ ടൈംഡ്, മെച്യൂർ, ഇങ്ങനെയുള്ള രീതിയിലേക്ക് കറക്റ്റായിട്ടുള്ള ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നതാണ്. കാരണം ഇൻ ദ ബിഗിനിങ്ങിൽ നമുക്ക് എല്ലാവർക്കും നമ്മുടെ സെൽഫ് പ്ലഷറിൻ്റെ ഈഗോയുള്ളൂ, ഒരു ഇമ്മെച്യൂർ ആയിട്ടുള്ള ഈഗോയുള്ളൂ. അതിൽ നിന്നാണല്ലോ നമ്മൾ ഡെവലപ്പ് ചെയ്ത് തരുന്നത്. പക്ഷെ ഇതൊരു ഓവർ മെച്യൂർ ആവുകയോ, ഇവരുടെ ഈ വിക്ടിമിൻ്റെ ഈഗോയെ ഓവർ മെച്യൂർ ഒന്നും എല്ലാം സഹിക്കുന്ന, അപ്പോൾ ഓവർ മെച്യൂർ എന്നുള്ളതിലേക്ക് വേണമെങ്കിൽ നമുക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ ഡീഫ്ലേറ്റഡ് ആയി കിടക്കുമ്പോൾ എന്ത് വന്നാലും സഹിക്കുക, പൊറുക്കുക. കാരണം അതിനകത്തൊരു ആ ഈഗോയ്ക്കൊരു ഡെവലപ്മെൻറ്റോ വലിപ്പവും ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് അതിലേക്ക് വീണാലും അതിനകത്ത് കിടന്നുരുകി അങ്ങനെ ആകുക എന്നുള്ളതേ ഉള്ളൂ. നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ഈഗോയ്ക്ക് നമുക്ക് ഉണ്ടാകാൻ പാടില്ല, അത് വളരെ ചെറുതായി തന്നെ ഇരിക്കണം. അപ്പോൾ അത് ഓൾറെഡി അതൊരു ഇമ്മെച്യൂർ ചൈൽഡ് ടൈപ്പ് ഈഗോ തന്നെ ആയിരിക്കും ഒരു വിക്ടിമിന് ഉണ്ടാകുക. അതൊരിക്കലും ഒരു അഡൾട്ട്ഹുഡിലേക്ക് വന്നിട്ടുണ്ടാകുന്ന ഈഗോ ആയിരിക്കില്ല. പക്ഷേ അവർ ചിന്തിക്കുന്നത് അവരുടെ ഈഗോ അഡൾട്ട്ഹുഡ് പാസ് ചെയ്യാതെ ജമ്പ് ചെയ്ത് ഒരു മെൻറ്ററിങ് കോച്ചിങ് സ്റ്റൈലിലേക്ക് വന്നു എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അതായത് സഹിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്നു, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, അവർക്ക് വേണ്ടിയിട്ട്, അവരെ നല്ല ഇതാകാൻ വേണ്ടിയിട്ട് ഞാൻ അവർക്ക് അപ്രീസിയേഷനും വലിഡേഷനും ഒക്കെ അവരെ ഇങ്ങനെ സൂക്ഷിച്ചു കൊണ്ടുപോകുന്നു. അതായത് ഒരു പേരൻ്റ് ലെവലിൽ ഒരു പ്രൊട്ടക്ടറായിട്ട് ഒരു നല്ല രീതിയിൽ പോകുന്നു എന്നവർ ചിന്തിക്കുന്നു. പക്ഷേ അവർ മിസ് ചെയ്യുന്ന ഒരു ഘടകമാണ്, അവർ ചൈൽഡ് ഈഗോയിൽ നിന്ന് നേരെ ജമ്പ് ചെയ്യുന്നത് ഈ കെയർ ഗിവർ ഈഗോയിലേക്കാണ്. ഒരൊറ്റ ജമ്പിങ് നടത്തുന്നത്. ഇൻ ബിറ്റ്വീനുള്ള അഡൾട്ട് ഈഗോ എന്ന് പറയുന്ന സാധനം ഡെവലപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ വലിയൊരു ഗ്യാപ്പാണ്, വലിയൊരു പ്രോബ്ലമാണ് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പലപ്പോഴും ഇതൊന്ന് ഈഗോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ പറയുന്ന കാര്യങ്ങൾ. ഇനി ചിലർക്ക് ഈ പറഞ്ഞതുപോലെ പലരുടെ ഉപദേശങ്ങൾ കേട്ടിട്ട് ഈഗോയെ കൊണ്ട് കുഴിച്ചുമൂടി കച്ചടയിലിട്ടു, ഈഗോ എന്ന് പറയുന്ന സാധനത്തിനെ എടുത്തു കളഞ്ഞു. അപ്പം സ്വയം എന്ന ഭാവമില്ലാതെ, അഹം എന്ന് പറയുന്ന ഞാനെന്ന ഭാവമില്ലാതെ, അതിനൊരു റിയാലിറ്റി ഒന്നും കൊടുക്കാതിരിക്കുമ്പോൾ നമ്മളിൽ ഈ ഈഗോ എന്ന് പറയുന്ന സാധനം തീരെ ഇല്ലാതാകും. എന്നിട്ട് നമ്മൾ അവിടെ വളരെയേറെ ഡീഫ്ലേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ കിടക്കുമ്പോൾ നമ്മൾ പിന്നെ ചിന്തിക്കുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നതും പലതും അങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും വേണേ മറ്റുള്ളവർ തരണം, നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പ്രൈസ് ചെയ്യണം, നിങ്ങളെപ്പറ്റി മറ്റുള്ളവർ പറയണം, നിങ്ങൾ അവർക്ക് ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്നത് എന്തോ അതാണ് നിങ്ങൾ ഫീൽ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള രീതിയിലേക്ക് വന്നിട്ട് ഞാൻ ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കും, കിട്ടുന്നവർ അത് റിസീവ് ചെയ്തുകൊണ്ടേയിരിക്കും. നല്ല ഈഗോ ഉള്ളവർ എന്തെങ്കിലും നമ്മളോടൊന്ന് നല്ല രീതിയിൽ പെരുമാറിയാലായി, അതല്ലെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ടു വർക്ക്. അപ്പോൾ നമ്മൾ സഫർ ചെയ്യുക എന്ന് പറയുന്നത്, നമ്മൾ ഇതാണ് ഇല്ലാത്തവനിൽ നിന്നുള്ളതുകൂടെ എടുത്തുകൊണ്ട് പോകുമെന്ന് പറയുന്ന ഒരു കാര്യം ഇതാണ്. എനിക്ക് ഈഗോ ഇല്ലാതെ വരുമ്പോൾ എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ വലിച്ച് എടുത്തുകൊണ്ട് പോകും. സോ യു ജസ്റ്റ് ഇൻ ദ പൊസിഷൻ ഓഫ് സഫറിങ്
ടേക്കിംഗ് ഓൾ ദ പെയിൻ അല്ലെ എല്ലാം. കാരണം എനിക്ക് ഞാനെന്ന ഭാവമില്ല, ഞാനെന്ന ഭാവം കംപ്ലീറ്റ്ലി കളഞ്ഞിരിക്കുന്നു. അത് വേറൊരാൾ എനിക്ക് എന്ത് തരുന്നു അതാണ്. അപ്പൊ എനിക്ക് ഞാനെന്ന ഭാവമില്ലെങ്കിൽ വേറെ ആരെങ്കിലും എനിക്ക് ആ ഭാവം തരണം. പിന്നെ ഞാൻ ജീവിക്കുന്നത് അയാൾ തന്ന ഭാവത്തിലാണ്. അയാൾ തന്ന ഭാവം എനിക്കൊരു സ്ലേവിന്റെ ആണെങ്കിൽ ഞാൻ ആ സ്ലേവിനെ എന്ത് ചെയ്യാനാ, എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും, ഞാൻ ഇങ്ങനെയല്ലേ എന്നുള്ള രീതിയിലേക്ക് വരും. അയാൾ നമുക്ക് തരുന്ന ഒരു രാജകീയമായ ഭാവമാണെങ്കിൽ അതെടുത്ത് സീ ലുക്ക്, എന്നെ അങ്ങനെയാണ് കണക്കാക്കുന്നത്, എന്നെ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എന്നെ ഇങ്ങനെയാണ് ചെയ്യുന്നത്, എനിക്ക് ഇങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോകും. അപ്പം നമ്മളിൽ ആ ഒരു ഈഗോയുടെ ഭാവം ഇല്ലാതെ വരുമ്പോൾ, അത് കറക്റ്റായിട്ട് ഞാനെന്ന രീതി മെച്യൂറായിട്ട് കൊണ്ടുവരാതിരിക്കുമ്പോൾ എന്താണോ മറ്റു വ്യക്തികൾ തരുന്നത് അതായി മാറും നമ്മൾ. അപ്പൊ അതിനകത്ത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് നമ്മുടെ കൂടെയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. പല ലേണിങ്സുകളിലും നമുക്ക് വന്നിരിക്കുന്നത് മറ്റുള്ളവർ നിങ്ങളെ അങ്ങനെ ആക്കണം, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും, മറ്റുള്ളവർ നിങ്ങളെ ഇങ്ങനെ ചെയ്യും. നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് വി സപ്പോസ് ടു ബി. നമ്മളായിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് വരാനായിട്ട് പറ്റണം. അപ്പോൾ എപ്പോഴും ഒരു വിക്ടിം ഈഗോ എന്ന് പറയുന്നത് ഫീഡ് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നവരാണ്. അത് നാർസിസിസ്റ്റിക്കിനെ പോലെ ഉള്ളവർക്കും അതുപോലെ തന്നെയാണ്. അവർ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതായത് ആ ഊതി വീർപ്പിച്ച് താഴെ പോകാതിരിക്കാതെ നോക്കുകയും, നിങ്ങൾ ഊതി വീർപ്പിക്കാതെ ഇങ്ങനെ ഡീഫ്ലേറ്റ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ഒന്ന് കിട്ടുമോ എന്ന് നോക്കുന്നവരും. സ്വയമായിട്ട് ഇതിനകത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, നാർസിസിസ്റ്റുകൾ സ്വയമായിട്ട് അതിങ്ങനെ തേടി പിടിക്കുമ്പോൾ അവർ അബ്യൂസീവായിട്ട് മാറുന്നു. പക്ഷേ വിക്ടിംസ് ഇങ്ങനെ ഡീഫ്ലേറ്റഡ് ആയിട്ട് കിടക്കുമ്പോൾ ആർക്കും ഒരു ഉപദ്രവവും ഇല്ല എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ അതെനിക്ക് തന്നാൽ എനിക്കത് കുറച്ച് ഒരു ഫീല് കിട്ടുമെന്നുള്ള അതിന് വേണ്ടിയിട്ട് നമ്മൾ പല കാര്യങ്ങളും ശ്രമിക്കും. നമ്മൾ പലപ്പോഴും റിലീജിയൻ്റെ ഒക്കെ അടിമയായി പോകുന്നത് അത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കണ്ടോ, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, ദൈവം എന്നോട് കരുണ കാണിക്കും, കണ്ടോ ഇവർക്ക് ഞാൻ പ്രിയപ്പെട്ടതാണ്, കണ്ടോ ഇതല്ലേ വരുന്നത്, ഞാൻ ഇങ്ങനെ സഹനത്തിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ സഹനത്തിന്റെ ഫലമായിട്ട് എനിക്ക് അത് കിട്ടുന്നു. യെസ്, യു ആർ ഓൾസോ ലുക്കിംഗ് ഫോർ സംതിങ് ദാറ്റ് യു ക്യാൻ ഫീഡ് ടു യുവർ സെൽഫ്. അല്ലാതെ നമ്മൾ വേറൊന്നും ചെയ്യുന്നില്ല, നമ്മൾ വേറെ ആർക്ക് വേണ്ടിയും അല്ല ചെയ്യും. നമ്മളത് ചെയ്യുമ്പോൾ ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടുന്നു. മറ്റുള്ളവർ പറയുന്നു എന്ത് സഹിക്കുന്ന കുട്ടിയാണ്, തീർച്ചയായിട്ടും അവൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകും, അവൾ ആ കുടുംബത്തിന് വേണ്ടി. ഇതൊക്കെ നമ്മൾ വരുമ്പോൾ നമ്മളിലേക്ക് ഫീഡല്ലേ വരുന്നത്, തീർച്ചയായിട്ടും ഫീഡാണ് വരുന്നത്. പക്ഷെ അത് ഡീഫ്ലേറ്റഡ് ആയതുകൊണ്ട് അതിങ്ങനെ കിട്ടി നമ്മളിരിക്കണം. മറ്റിടത്ത് അവർ പ്രൊട്ടക്ട് ചെയ്താണ്. നാർസിസിസ്റ്റുകൾ അത് താഴെ പോകാതിരിക്കാനായിട്ട് പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കുറച്ചെങ്കിലും അതിലേക്ക് കുറച്ച് അതൊന്ന് ഡെവലപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ ഒന്ന് കാറ്റ് കയറാനായിട്ട് നമ്മൾ അതിനെ കുറച്ചൊന്ന് ഇൻഫ്ലേറ്റഡ് ആക്കാൻ വേണ്ടിയിട്ട്, ഇത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നു. പക്ഷെ നമ്മൾ എന്തുകൊണ്ട് സഫർ ചെയ്യുന്നു എന്ന് വെച്ചാൽ നമ്മളിൽ ഞാനെന്ന ഭാവമില്ല, അവരിൽ ഞാനെന്ന ഭാവം ഊതി വീർപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. നിങ്ങളിൽ ഞാനെന്ന ഭാവം നിങ്ങൾ കളഞ്ഞു കഴിഞ്ഞപ്പോൾ നിങ്ങൾ സഫർ ചെയ്യുന്നു. ഞാനെന്ന ഭാവമില്ലാത്ത ഏതു വ്യക്തിക്കും സഫറിങ് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതല്ലാതെ സഫറിക്കുന്ന നിങ്ങൾ വിചാരിക്കുന്ന നമ്മളിപ്പം ജീസസ് സഫർ ചെയ്ത് വളരെയേറെ ഈഗോ വളരെ ഹെൽത്തി ആയിട്ടുള്ളത് കൊണ്ടാണ്. കാരണം അതിനകത്തുനിന്ന് എന്ത് പ്രയോജനം എന്നുള്ളതിനെ കറക്റ്റായിട്ട് ജീസസിന് അറിയാം. ജീസസ് ആരാന്നറിയാം, എന്താന്നറിയാം, എങ്ങനെയാന്നറിയാം, എങ്ങനെ മരിക്കുമെന്നറിയാം, എല്ലാ കാര്യങ്ങളും അറിയുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് ഒന്നും അറിയാത്ത നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പോകരുത്. പോയി കഴിഞ്ഞാൽ അത് ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിട്ടാണ് മാറുക. അതുകൊണ്ട് തന്നെ നമ്മളായിട്ടിരിക്കാനും നമ്മളുടെ റിയൽ ആയിട്ടുള്ള സെൽഫിനെ റിയലിസ്റ്റിക് ബേസിസിൽ ഞാനെന്ന ഭാവത്തെ തിരിച്ചറിയാനും, എൻ്റെ കൂടെയുള്ളവരാര്, എന്ത് സംഭവിക്കുന്നു, ഞാൻ എങ്ങനെയാണ് ഇവിടെ പെരുമാറേണ്ടതെന്ന്, ഞാൻ എന്നെ ഏറ്റവും നന്നായിട്ട് ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് എന്നെ അസേർട്ട് ചെയ്യാനും എന്നെ ഇവിടെ എക്സിസ്റ്റ് ചെയ്യാനും ഞാൻ കേപ്പബിൾ ആയാൽ മാത്രമേ മറ്റുള്ളവർക്ക് പോലും ഞാൻ എന്തെങ്കിലും ലേണിംഗ് കൊടുക്കുന്നുള്ളൂ. ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ള അബ്യൂസേഴ്സിനെ വളർത്തിയിരിക്കുന്നത് ഈ വിക്ടിംസ് ആണ്. വിക്ടിംസ് അങ്ങനെ ആയതുകൊണ്ടാണ് നാർസിസിസ്റ്റുകളും അബ്യൂസേഴ്സും വളർന്നു വലുതാകുന്നത്. അതുകൊണ്ട് നമ്മൾ നാർസിസിസ്റ്റിനെ അല്ല ഇവിടെ ബ്ലെയിം ചെയ്യേണ്ടത്, നമ്മൾ ബ്ലെയിം ചെയ്യുന്നത് വിക്ടിംസിനെയാണ്. തെറ്റായ രീതിയിലുള്ള എന്തോ അവർ മഹത്തരമായ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഇതിനടിമപ്പെട്ട് ജീവിക്കുമ്പോഴാണ് ഈ കാര്യങ്ങൾ വളർന്ന് പന്തലിക്കുന്നത്. ഇതുവരെയുള്ള തലമുറ അതിനെ ഇതുപോലെ വളരാൻ അനുവദിച്ച് വളരെ വളക്കൂറുള്ള ഒരു മണ്ണായി തീർന്നത് കൊണ്ട് അവർ വളർന്ന് പന്തലിച്ചു. ഇനിയെങ്കിലും നിങ്ങളുടെ സിസ്റ്റത്തിനകത്തും നിങ്ങളുടെ ഈഗോയെയും നിങ്ങൾ ഇവർക്ക് ഫീഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാതെ, നിങ്ങൾക്ക് അവർക്ക് ഫീഡ് കിട്ടിയിട്ട് അവർ തരുന്നതാണ് എനിക്ക് ഫീഡ്, ഇതിങ്ങനെയാണ് പോകുന്നത്. നിങ്ങൾ അവർക്ക് ഫീഡ് കൊടുക്കുന്നു, അവർ ഇൻഫ്ലേറ്റഡ് ആയി കഴിയുമ്പോൾ അവർ നിങ്ങളിലേക്ക് എന്തോ ദയോടുകൂടി നോക്കുക, എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഈഗോയ്ക്കും ഫീഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അഹമെന്ന ഭാവമില്ലാത്തത് കൊണ്ട് വേറൊരാൾ തരുന്ന ഭാവം നിങ്ങളിലേക്ക് വരണം.
അപ്പോൾ ഈ ഒരു രീതിയിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അവിടെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ ആയിത്തീരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏത് വിക്ടിമായാലും അതിനകത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ ആദ്യം തിരിച്ചറിയേണ്ടത് എൻ്റെ ഈഗോ എന്നുള്ള എൻ്റെ ഞാനെന്ന ഭാവത്തെ റിയലിസ്റ്റിക് രീതിയിൽ എനിക്ക് എസ്റ്റാബ്ലിഷ് ചെയ്തേ പറ്റൂ. അങ്ങനെ വന്നാൽ മാത്രമേ എനിക്ക് എന്ത് ഏത് എങ്ങനെ എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് പോലും ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു വിക്ടിമിൻ്റെ ഈഗോ എന്ന് പറയുന്നത് വളരെയേറെ വളരാത്ത, അല്ലെങ്കിൽ അതിനെ എക്സിസ്റ്റ് ചെയ്യാൻ പോലും കൊന്നു കളഞ്ഞിരിക്കുന്നത്, അതിനെ കംപ്ലീറ്റ് ആയിട്ട് ഡിമോളിഷ് ചെയ്തിരിക്കുന്ന ഒരു ഈഗോയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിനെ ഡെവലപ്പ് ചെയ്ത് ബിൽഡ് ചെയ്തുകൊണ്ട് വരേണ്ടത് വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ലൊരു ഈഗോ ഉള്ള, ഹെൽത്തി ഈഗോ ഉള്ള ഒരു വ്യക്തിയിൽ മാത്രമാണ് ഒരു നാർസിസിസ്റ്റ് അവരുടെ അബ്യൂസസിനെ എടുക്കാതിരിക്കത്തുള്ളൂ. അതല്ല എന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അവരുടെ അബ്യൂസസിനെ അവർക്ക് എടുത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇവിടെ പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എംപാത്തുകളാണ് നാർസിസിനെ ഡീൽ ചെയ്യുക. നാർസിസിനെ ഡീൽ ചെയ്യുക എന്നുള്ളത് ഒരു വയസ്സായിട്ടുള്ള, വളരെ ഹെൽത്തി ആയിട്ടുള്ള, വളരെ മെച്യൂർഡും വളരെ ടൈംഡുമായിട്ടുള്ള ഈഗോ ഉള്ള, വയസ്സായിട്ടുള്ള, കോഗ്നീഷൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന, അവരുടെ ഇൻറ്റ്യൂഷൻസ്, കോഗ്നീഷൻസ്, അവരുടെ ഇൻ്റലിജൻസ്, ഇൻറ്റ്യൂഷൻസ്, അവരുടെ കോഗ്നീഷൻസ്, അവരുടെ ഇമോഷൻസ്, ഇതെല്ലാം പ്രോപ്പറായിട്ട് രീതിയിൽ മാനേജ് ചെയ്യുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്ന, ഒരു മെൻ്റൽ പ്രോസസ്സ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇങ്ങനെയുള്ളവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ആ എംപാത്തിന് പറ്റും, ഈ എംപാത്തിന് പറ്റും, ഇവർക്കൊന്നും സാധിക്കില്ല. ഇങ്ങനെയുള്ളവർ എപ്പോഴും, അതുകൊണ്ടാണ് പലപ്പോഴും എല്ലാ വേദപുസ്തകങ്ങളും പറയുന്നത് വൈസായിരിക്കുക, ബുദ്ധിമാന്മാരായിരിക്കുക, ബുദ്ധിയുള്ളവരായിരിക്കുക, സെൻസിബിൾ ആയിരിക്കുക എന്നുള്ള കാര്യം നമ്മളെ കണ്ടിന്യൂസ് ആയിട്ട് ഓർപ്പിക്കുന്നത് അതുകൊണ്ടാണ്. അത് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങൾ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരികയും ഈ ലോകത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളെ അസേർട്ട് ചെയ്ത് ജീവിക്കാനുള്ള എല്ലാ കേപ്പബിലിറ്റീസും എല്ലാ സ്കിൽസുകളും നിങ്ങളാണ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അത് കിട്ടുന്നിടത്തുനിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ചെയ്യാൻ നോക്കുക. നിങ്ങൾ അക്കാഡമിക് ബ്രില്യൻസ് പോലെ തന്നെ ഒരു ലൈഫ് ബ്രില്യൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു ലൈഫ് ബ്രില്യൻസ് നമുക്ക് ഡെവലപ്പ് ചെയ്താൽ മാത്രമേ നന്നായിട്ട് ജീവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ തന്നെ നെവർ ഗിവ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്, നെവർ സെൽഫ് അബ്യൂസ്, ആൻഡ് യു ഓൾ ഹാവ് റൈറ്റ് ടു ലവ് ഇൻ പീസ്, ഹാപ്പിനെസ് ആൻഡ് പ്രോഗ്രസ്. അങ്ങനെ ജീവിക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.